പണം മാറ്റുകയോ കൈപ്പത്തി സ്കാൻ ചെയ്യുകയോ ചെയ്യാം. എന്നാൽ പണത്തിന്റെ അടിസ്ഥാന നിയമം എക്കാലത്തും ഒന്നാണ്. നിങ്ങൾ എത്ര സമ്പാദിക്കുന്നു എന്നതിലല്ല, അതിൽ എത്രത്തോളം സമ്പാദ്യം നിലനിർത്തുന്നു എന്നതിലാണ് നിങ്ങളുടെ വിജയം. സാങ്കേതിക വിദ്യകൾ എത്ര പുതിയത് വന്നാലും സാമ്പത്തിക അച്ചടക്കമില്ലാത്ത ഒരാൾക്ക് ഒരിക്കലും ധനികനാകാൻ കഴിയില്ല. പണത്തെ ഒരു ഉപകരണമായി കണ്ട് അതിനെ ശരിയായി നിയന്ത്രിക്കാൻ നമ്മൾ പഠിക്കണം. വരും കാലത്ത് ഡിജിറ്റലായ പണം ചെലവഴിക്കാൻ വളരെ എളുപ്പമാണ്. ഒറ്റ ക്ലിക്കിൽ സാധനങ്ങൾ വാങ്ങാം. അതുകൊണ്ട് തന്നെ കടക്കണിയിൽ പെടാനും എളുപ്പമാണ്. വരുമാനത്തിന്റെ ഒരു ഭാഗം കൃത്യമായി ഇൻവെസ്റ്റ് ചെയ്യാനും ആസ്തികൾ നിർമ്മിക്കാനും കുട്ടിക്കാലം മുതൽ തന്നെ നമ്മുടെ വരും തലമുറകൾക്ക് പരിശീലനം നൽകേണ്ടതുണ്ട്. ഈ സീരീസിന്റെ 5 എപ്പിസോഡുകൾ പൂർത്തിയാകുമ്പോൾ പുതിയ തലമുറയോട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ചെലവഴിക്കുന്ന ഓരോ രൂപയ്ക്കും കണക്കുണ്ടായിരിക്കണം. ആ കണക്കുകളെ അടിസ്ഥാനപ്പെടുത്തി മാസാമാസം വിലയിരുത്തലുകൾ നമ്മൾ നടത്തേണ്ടതുണ്ട്. നമ്മുടെ വരും തലമുറയ്ക്ക് കൃത്യമായി പണത്തെ നിർമ്മിക്കാനും വന്ന പണത്തെ കൃത്യമായി ചെലവഴിക്കാനും വന്നതിനെയും ചെലവഴിച്ചതിനെയും കൃത്യമായി രേഖപ്പെടുത്തി വെക്കാനും അത് ആവശ്യാനുസരണം വിലയിരുത്താനുമുള്ള ശേഷി നിർബന്ധമായി ലഭ്യമാക്കേണ്ടതുണ്ട്. ആ ശേഷി അവരിൽ എത്തിക്കാൻ കഴിയുക പ്രധാനമായും വീട്ടിലെ രക്ഷിതാക്കൾക്ക് തന്നെയാണ്. ഇത് പ്രൊജക്ട് ഫ്യൂച്ചർ. മാറ്റം നിങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങട്ടെ.